എന്താ ഷിൻചാനെ കുറെ നേരമായാലും ഇവിടെ ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട് ബസ് ഇതുവരെ കാണാനില്ല. പറഞ്ഞ സമയവും കഴിഞ്ഞ് ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണോ ആവോ. ഫ്രാങ്ക്ലിൻ ഭായ് അവിടെ ഒന്ന് അടങ്ങി നിക്ക്, വണ്ടി ഇപ്പൊ തന്നെ വരും. ഞാൻ ആലോചിക്കണം ഇനി ബസ്സിന് വല്ല പണി കെട്ടി വല്ല റിപ്പയർ ആയി വല്ല കിടക്കുവാണോന്നാ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടില്ലേ? ഓക്കെ ഓക്കെ. വെറുമൊരു പാമരമാം പാട്ടുകാരൻ. ഇതെന്താ ഇവന്മാര് ബാക്ക് പാക്ക് ചെയ്ത് ഈ നാടും വീടും വിട്ട് പോവാണോ? മോനെ എന്താ വീട് വിട്ട് പോവാണോ നിങ്ങള്? വീടും നാടും വിട്ട് പോവാണെന്നാ? ഇത് അപ്പുറത്ത് വലിയ ചാനലല്ലേ ചേട്ടാ. വീടൊന്നും വിട്ട് പോവല്ല. അതേ നമ്മുടെ ഷിൻചാനില്ലേ, ഷിൻചാന്റെ സ്കൂൾ ട്രിപ്പാണ് ഇന്നത്തെ ദിവസം. അവനെന്തോ ബീച്ചിൽ പോവാ സ്കൂളിൽ നിന്ന്. സ്കൂൾ ബസ് ഈ വഴി വന്ന് ഇവനെ പിക്കുമെന്നാണ് പറഞ്ഞത്. ഇവനാണെങ്കിൽ എന്നെ കൊണ്ട് നേരത്തെ തന്നെ സാധനമൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിപ്പിക്കുക. എന്നിട്ട് ഇതുവരെ വണ്ടി കാണാനില്ല. ആ ട്രിപ്പൊക്കെ പോവാണോ? ചെറിയ പയ്യൻ വലിയ ട്രിപ്പൊക്കെ പോകാറായി. ശരിടാ നടക്കട്ടെ. അതോ എന്താ പോലെ വാഴ വീണ്ടും. ഓക്കെ പുള്ളി ചോദിച്ചാട്ടാ ഷിൻചാനെ, നീ ചെറിയ പ്രായത്തിൽ തന്നെ ട്രിപ്പൊക്കെ പോകാറായെന്ന്. നമ്മളും ഉണ്ട് കുറെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും പോവില്ല. എന്നാലും ഈ ബസ് വിളിച്ച് ചോദിക്കണോ? ഒരു ഹോണടിയാക്കണ്ട. എടാ നിന്റെ ബസ്സാന്ന് തോന്നുന്നു. ഓക്കെ ദേ വന്നി. ഞാൻ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തേ ഉള്ളൂ. ചന്ദ്ര ഷിൻചാനെ, നിന്റെ മാക്സ് സാറല്ലേ ഇരുന്ന് വണ്ടി ഓടിക്കണേ? മാക്സ് സാർ വണ്ടി ഓടിക്കണേ? എവിടെ നോക്കട്ടെ. എന്താ സാറുമാര് വണ്ടി ഓടിക്കാൻ കണ്ടിട്ടില്ലേ? പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഡ്രൈവറായി. ദിവാകരൻ സാറിന് മാക്സ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ ഒരു പ്രോ ഡ്രൈവർ ആണെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാ ഈ ട്രിപ്പ്. ബാക്ക് എടുത്ത് വണ്ടി കയറ്റി. ഷിൻചാനെ സൂക്ഷിച്ചു പോയിട്ടോ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ചെന്ന് കുരുത്തക്കേടൊന്നും കാണിക്കരുത്. പിന്നെ കറക്റ്റായിട്ട് വണ്ടിയിലൊക്കെ കയറി വന്നോ. സാറേ ഇവര് ഒന്ന് പ്രത്യേകിച്ച് നോക്കിയാക്കട്ടെ. അത് നിന്റെ സ്പോഞ്ച് ജോബ് കൂട്ടുകാരല്ലേ ഇരിക്കണം. എല്ലാവരും ഉണ്ടല്ലോ. നിന്റെ ക്ലാസ് ഉള്ളവർ മാത്രമല്ലല്ലോ ഈ ട്രിപ്പിൽ. ഓക്കെടാ ശരി എന്നാ പോയിട്ട് വാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്. ഹൈ ജോലി. ട്രിപ്പ് ഓൺ. ഷിൻചാന്റെ ബസ്സിൽ കയറി ഡാൻസ് കളിക്കാൻ തുടങ്ങിയാണ്. അവിടെ വല്ലോടത്തും അടങ്ങിയിരിക്കണ. ഫ്രാങ്ക്ലിൻ ഭായ് ട്രിപ്പ് എന്ന് പറഞ്ഞാലേ തുള്ളിക്കൊണ്ട് വേണം പോകാൻ വേണ്ടിട്ട്. ഇവന്മാരെ പോലെ അടങ്ങിയിരിക്കാൻ എനിക്കുമില്ല. ഷിൻചാൻ മര്യാദ ഇരിക്കാൻ സമ്മതിക്കുകയില്ല. അവൻ തുള്ളാൻ വിളിക്കുന്നതിന് മുമ്പ് ഈ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കാം. പഠിപ്പികളൊന്നും അങ്ങനെ ഡാൻസ് കളിക്കാറില്ല. നീ എന്തരേ? ഓക്കെ എന്തെങ്കിലും ആകട്ടെ. വാലടച്ചിട്ടുണ്ട്, ഈ വാലടക്ക്. ഓക്കെ ശരി എന്നാ പോവാൻ വേണ്ടി റെഡിയായി. ടാറ്റ ബൈ ബൈ. ഭദ്രമായിട്ട് പോയിട്ട് എല്ലാരും. ഓക്കെ ഷിൻചാനെയൊക്കെ വരച്ച വരെ നിർത്താൻ എനിക്കറിയാം. അപ്പൊ ശരിയല്ല, വൈകുന്നേരം ഇവിടെ തന്നെ അവരെ കൊണ്ടുവന്ന് ഇറക്കുന്നതാണ്. ഓക്കെ ശരിയെന്നാ വണ്ടി നേരെ ബീച്ചിലേക്ക്. എല്ലാരും കേറിയില്ലേ? സാറിന് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവോ ശരിക്കും? അറിയാവോന്നാ? ഇത് കണ്ടാ നീ ഇങ്ങനെ കറക്കിയെടുക്കാൻ ആർക്ക് പറ്റും? സോറി കുറച്ച് വളർന്നിട്ട് പോയി. അത് പ്രായമായതിന്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ എടുത്തോണ്ട് പോകും. അങ്ങനെ ഫൈനലി ഷിൻചാനെ പറഞ്ഞു വിട്ട് ഇനി ഒന്ന് സമാനായിട്ട് ഇരിക്കണം. ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം. വാട്ട് എ ഡേ. ആ സൂര്യൻ ഉദിച്ചിരിക്കണം. നോക്കിയേ ബീച്ചിൽ പോകാൻ പറ്റിയ ദിവസം തന്നെ ആട്ടെ. ചോപ്പേ നമ്മളെന്ന് എന്ത് ചെയ്യൂടാ? എന്റെ സ്പീഡ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടാ എന്റെ സ്പീഡ്? സാറിന് കണ്ണൊക്കെ കാണാവോ? എത്ര പ്രായമായില്ലേ? എന്താ കണ്ണ് കാണാമെന്ന? വയസ്സാണാലും എന്നോട് അഴകും അറിവും പോവാത്ര. ഓക്കെ നമ്മുടെ സ്പോട്ട് എത്താറായിട്ടുണ്ട്. എത്താറായെന്നല്ല, എത്തി തന്നെ പറയാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. അതാണ് നമ്മുടെ കുത്തമ്പിനാർ. സോറി കുത്തമ്പിനാറല്ല, ഇവിടുത്തെ അതുപോലത്തെ ഒരു സ്ഥലം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ബീച്ച് പ്ലസ് ലോസ് ആൻഡോസ് കുത്തമ്പിനാറാണ് നമ്മുടെ ഒരു ലൊക്കേഷൻ. അപ്പൊ എല്ലാവരും ഇറങ്ങി. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വണ്ടിയിലേക്ക് വന്നാൽ മതി. എല്ലാവരും ഇറങ്ങി വേടാ. ഇതിന്റെ അപ്പുറത്താണ് കുട്ടികൾക്കുള്ള ബീച്ച് ഉള്ളത്. കമോ ഇത്ര പെട്ടെന്ന് സ്ഥലം എത്തിയാ? ആരും ഡാൻസ് കളിക്കാൻ പോലും വന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഡാൻസ് കളിക്കാം. ഓക്കെ ഫസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങി. സ്പോഞ്ചോബേ, സ്പിന്നേഴ്സ് ആൻഡ് ഫെർവേ, മിക്കി മൗസ്, പെൻറ്റൻ എല്ലാരും ഇറങ്ങി വാടാ. കടലിൽ പോയി പൊളിക്കാന്ന്. പിള്ളേരെ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയുണ്ട്. ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വല്ലതും ചെയ്യുവാണെങ്കിൽ നിങ്ങളെ തിരിച്ചായി ഇപ്പൊ തന്നെ വീഡിയോ കൊണ്ടാക്കും. മനസ്സിലായ? ഓക്കെ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആ ഒരു ടവർ കണ്ടോ? അതിന്റെ അപ്പുറത്തേക്ക്. അവിടെയാണ് കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ നല്ലൊരു ബീച്ച് ഉള്ളത്. ഞാൻ പറയണേ അല്ലാതെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തനിയെ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം മാത്സ് ക്ലാസ് ചെല്ലുമ്പോ പൊതിരെ തല്ലു വെച്ചില്ല എല്ലാവർക്കും. ഓക്കെ ഈ ഒരു ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ലോസ് ആൻഡോസിലെ വൺ ഓഫ് ദി ടോളസ്റ്റ് ബിൽഡിംഗ്. ഐ മീൻ നമ്മുടെ അവിടുത്തെ മെയ്സ് ബാങ്ക് ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലുതുള്ളത്. പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് അടുത്തേക്ക് ചെന്നാലാണ് ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു ബിൽഡിംഗ് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. 100-150 വർഷത്തോളം പഴക്കം വരുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മെയിൻ ഒരു വൺ ഓഫ് ദി അട്രാക്ഷൻ. ഇത്രയും വലിയ ബിൽഡിംഗ് അല്ലേ? പക്ഷെ മെയ്സ് ബാങ്കിന്റെ അത്ര ഇല്ലല്ലേ? അതത്രേ ഉള്ളൂ. ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് മെയ്സ് ബാങ്ക്. നാളെ വല്ല സുനാമിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മേളിൽ കയറി ചിലപ്പോ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബീച്ച്, കുട്ടികൾക്കുള്ള ബീച്ച്. ഇവിടെ പല ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരെ ഒന്ന് ശല്യപ്പെടുത്തും.
നഷ്ടപ്പെടുത്താൻ വേണ്ടി പോവരുത്, മനസ്സിലായ? ഇവിടെ ആവുമ്പോ തിരയും കുറവായിരിക്കും, പിന്നെ അങ്ങ് ദൂരത്തേക്കൊക്കെ പോകണം നല്ല തിര ഉണ്ടായിരിക്കും. സോ കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരു ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക, ഇതാ ഒരു ചുമല സാധനം കണ്ടോ? ആ ചുമല സാധനത്തിന്റെ അപ്പുറത്തേക്ക് പോവരുത്. അതിന്റെ അപ്പുറത്തേക്ക് വലിയ തിരയാണ്, തിരയടിച്ച് നിങ്ങളെ പുറകോട്ട് കൊണ്ടുപോകും. മനസ്സിലായോ? മനസ്സിലായോടാ ഷിൻജാനെ നിനക്ക്? മനസ്സിലായി സാർ. ആ ചുമല സാധനത്തിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അത് തന്നെ. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ നിന്ന് കളിച്ചോ. ഞാൻ ഇവിടെ ഇരിക്കാനും കിടക്കാനും പറ്റും നല്ല സ്ഥലം ഏതോളം നോക്കട്ടെ. ജോലി ദിവാകരൻ സാറെന്താ അങ്ങോട്ട് പോണേ? ഓക്കെ, എല്ലാരും പോ, വെള്ളത്തിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഹായ്, കടല്. അതിന്റെ ആ ചുമല ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് പോരുതല്ലേ. ആ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചു. അതിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ ഉണ്ടെന്ന് തോന്നുന്നത്. അയ്യോ, ജാതകണ്ടല്ല. ആ പിള്ളേര് പോയി കളിക്കട്ടെ. ഇവിടെ ഒന്ന് സുഖമായിട്ട് വേണം ഉറങ്ങാം. അപ്പോഴൊക്കെ പറ്റുള്ളൂ, അല്ലേ മാക്സിമം പഠിപ്പിച്ചോണ്ടിരിക്കേണ്ടി വരും. നിക്ക് ബൗണ്ടറി ആയാലോ, അങ്ങോട്ടേക്ക് പോകണ്ടോ? ബൗണ്ടറി ആയാ. പക്ഷെ ഈ വേമൊന്നും എനിക്കൊന്നുമില്ല. അടിയിലേക്ക് മുങ്ങി നോക്ക്. വാ, ഈ ഒരു കടലില് വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഈ അടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. പക്ഷെ നീന്താൻ പറ്റിയില്ല, അപ്പൊ വെള്ളം വേണം. എന്നാൽ ഈ സീന്റെ അടിയിൽ എന്തായിരിക്കും ഉള്ളത്? ആഹാ, എടാ താഴത്തേക്ക് വാടാ, ഇതിന്റെ അടി ഒത്തിരി സംഭവങ്ങളുണ്ടാ. ഞാൻ പോവാ. ഞങ്ങളും പോവാ. നീന്തി കഴിഞ്ഞാ പെട്ടെന്ന് മടുക്കൂടെ? ഞാനും വരുവാടാ, ഞാനും നീന്തി മടുത്ത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി കുറച്ചേരം വിശ്രമിച്ചിട്ട് പിന്നെ വന്ന് ഒന്നുകൂടി നീന്താ. അല്ലടാ, ആടാ, അത് മതി. അത് കഴിഞ്ഞ് നീന്താ, ഞങ്ങളൊക്കെ മടുത്തടാ. ഓക്കെ. ചന്ദ്ര, ദിവാകരൻ സാർ ഇവിടെ കിടന്നുറങ്ങുവാണോ? ഈ സാർ എന്താ പോടാ, മനുഷ്യനൊന്നും മര്യാദ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ. എന്നാ ഞാൻ ഇപ്പുറത്തിടക്കാം. മടുത്ത് നീന്തി മടുത്ത്. ഒരു പടക്കം കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിക്കായിരുന്നു. അയ്യോ, മറന്നു. സൺസ്ക്രീൻ എടുക്കാൻ വേണ്ടി മറന്നു. ആരാടാ ഈ ഒച്ച വെക്കണേ? ഇതെന്താ ആൾക്കാരൊക്കെ ഇറങ്ങി ഓടണേ? എണീക്കണ ഷിൻജാന്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഓടാണ്? ഇവിടെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. എടാ, കടല് നേരത്തെ ഇവിടെ വരില്ലായിരുന്ന? ഇതെന്താ ഇവിടെ ഇപ്പൊ പത മാത്രമേ ഉള്ള? കടൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയ പോലെ. നിക്ക് ദേ മറ്റേ ചുമല സാധനം. ആ ചുമല സാധനത്തിന്റെ അവിടെ വരെ നീന്താൻ പോകാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അതേ കരയിലാണല്ലോ കിടക്കണ. ദാറ്റ് മീൻസ് വെള്ളം പുറകോട്ട് ഇറങ്ങിപ്പോയാ. ജോലി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് അറിയാന്ന്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കി. ഇതെന്താ സ്റ്റാർ ഫിഷാ? വീണ്ടും സ്റ്റാർ ഫിഷ്. ഇതിന്റെ കടിയിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കി. പക്ഷെ ഈ സാധനം വരെ നമുക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വെള്ളമേ ഇല്ല. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റുവാ? കടലിന്റെ അടിയിലുള്ള സാധനങ്ങള്, അതിലുള്ള മീനുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇതെന്താ കടലിന്റെ അടിയിൽ എന്തോ മുൾ ഫിഷ്, മുള്ളുള്ള മീൻ. കടല് ഒരു മീൻ. പക്ഷെ ഈ മീൻ പോയെന്ന് തോന്നുന്നു. കാരണം അതിന് അനക്കൊന്നുമില്ല. എടുത്തോണ്ട് പോയാലോ ഈ മീനെ. ഇപ്പൊ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? അതിനെല്ലാം കവർ എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ. അതൊക്കെ പോട്ടെ, അവരോട് പറയട്ടെ ഇവിടുത്തെ വെള്ളം ഇല്ല, ഇവിടെ വന്ന് കാണാൻ വേണ്ടി നല്ല രസമുള്ള സ്ഥലമില്ലേ. അവരും കൂടി ഇതൊക്കെ കണ്ട് രസിക്കട്ടെ. എടാ സ്പോഞ്ചോബേ, എഴുന്നേക്ക്. എടാ സ്പോഞ്ചോബേ, എടാ പിള്ളേരെ എഴുന്നേക്ക്. സാറേ, ദേ കടലിന്റെ ഒരു സംഭവം കണ്ട. കടലില് വെള്ളമില്ല. എന്തോടാ കടലില് വെള്ളമില്ലെന്നാ നീ എന്താ ഈ പറയണത്? നീ വാ, ഞാൻ കാണിച്ചു തരാം. എന്തോടാ കടലില് വെള്ളമില്ലെന്നാ? നോക്കട്ടെ. എന്താടാ കടലിലെ വെള്ളമില്ലെന്നാ? എവിടെ കടലില് വെള്ളമില്ലെന്നാ? നോക്കട്ടെ, എവിടെടാ? വാ, എല്ലാരും എന്റെ പുറകെ വാ, ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഞാനാ. പക്ഷെ ആൾക്കാരൊക്കെ എന്തിനാ ഇറങ്ങി ഓടിയാന്ന് എനിക്ക് മനസ്സിലാകത്ത്. തേടാ വന്ന് നോക്ക്, ഇവിടെയെങ്കിലും വെള്ളമില്ല. കണ്ടാ? ശരിയാണല്ലോ, ഇവിടെയെങ്കിലും വെള്ളമില്ലല്ലോ. ഇതെങ്ങനെ സാധ്യമാക്കും? ഇതെന്താ വെള്ളം എവിടെ പോയി? ആ ചുമല സാധനമൊക്കെ വെള്ളത്തിൽ പോയി കിടക്കില്ലായിരുന്നാ? അതെ, അത് കണ്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഇവിടുത്തെ വെള്ളമൊക്കെ എനിക്ക് തോന്നുന്നു ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. വലിയ കടലല്ലേ? എന്താടാ ഞാൻ ഈ കാണുന്നത്? കടൽ ഉൾവലിഞ്ഞേക്കണ ഈ കാണുന്നത്. പിള്ളേരെ, നിങ്ങൾ എന്താ അവിടെ ചെയ്യണേ? ഈ ഒരു കടൽ ഇപ്പഴും തൊട്ടുണ്ടായിരുന്നു. സാർ ഇത് നോക്ക് സാർ, ഈ കടല് ഇവിടുന്ന് ഇറങ്ങിപ്പോയി സാർ. കണ്ട്. എടാ മണ്ടന്മാരെ, നിങ്ങൾ ഇത്ര പ്രായമായിട്ട് നിങ്ങൾക്ക് ഇതറിയാൻ പാടില്ലേ? കടൽ ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. സുനാമി വരാനുള്ള ചാൻസ് ഉണ്ടോ? അതിന്റെ അർത്ഥം കടൽ ഇത്രയും വലിയിട്ടുണ്ടെങ്കിൽ സുനാമി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഫോൺ അടിക്കണേടാ. ഓക്കെ, ആരുടെ സമയത്ത് വിളിക്കണം? ഉറങ്ങാനും സമ്മതിക്കുകയല്ല. എന്താ ഷിൻചാനാ? അവൻ ട്രിപ്പ് പോയേക്കില്ലേ? അവൻ ഫോണും കൊണ്ടാണ് ട്രിപ്പ് പോയേക്കണ. സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്നാ. പക്ഷെ സ്കൂളിലല്ലല്ലോ, ട്രിപ്പ് അല്ലേ പോയേക്കണ. എന്തായാലും വിളിച്ചും പാത്തും കൊണ്ടുപോകാൻ തോന്നുന്നു. പറയടാ ഷിൻചാനെ. എന്താ ഷിൻചാനെ മനസ്സിലായില്ല? നീ ആ വാലിരിക്കണ ഫുഡ് തുപ്പിക്കളഞ്ഞിട്ട് സംസാരിക്കും. ഇവിടെ സുനാമി വന്നു.
എന്താ കോള് റേഞ്ച് പോയി കട്ടായി പോയല്ല. അവനെന്താ സുനാമി എന്നൊക്കെ പറയണ പുറകിന്ന് എന്തൊരു ഒച്ചയ്ക്ക്. ഓ വാട്ട് ഇതെന്താ ലോസ് ആൻഡോസ് സുനാമി? അപ്പൊ അവൻ വെറുതെ വിളിച്ചു പറയല്ലേ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് വെള്ളം വന്ന് നിൽക്കണ്. ഇത് കുറച്ചു നേരത്തുള്ള നമ്മുടെ വീടാണ് മുങ്ങി പോകുന്നു. ഓർഡർ ചോപ്പേ ഇറങ്ങി ഓർഡർ വീട്ടിൽ നിന്ന് സുനാമി അടിച്ചു വരുന്നുണ്ടാ. ഓക്കെ ഞാൻ വെളിയിലേക്ക് എത്തി. എടാ ഇങ്ങോട്ടേക്ക് വെള്ളം ഇല്ലല്ലോ. വെള്ളം സുനാമി അവിടെ വന്ന് നിന്നെന്ന് തോന്നുന്നു കേട്ടോ. വീടിന്റെ മേളിൽ കയറി നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇവിടുന്ന് അപ്പുറത്തേക്ക് ലോസ് ആൻഡോസ് ഫുള്ള് മുങ്ങി കിടക്കും. ആ ഭാഗത്തേക്ക് വന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരു മലപ്രദേശം ആയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാന്ന് തോന്നുന്നു. അപ്പൊ ഷിൻജാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അവന്മാര് ട്രിപ്പ് പോയ ദിവസം തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ. സുനാമി ഒക്കെ പെട്ടെന്ന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും മുൻകരുതൽ അങ്ങനെ എന്തെങ്കിലും തരൂലേ? അല്ലെങ്കിൽ ഗവൺമെന്റ് വിളിച്ചു പറയൂലേ? ആ ഷിൻജാൻ എന്തായാലും എവിടെയൊക്കെ രക്ഷപ്പെട്ടു നിപ്പുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അവൻ നമ്മളെ ഫോൺ എടുത്ത് വിളിച്ചത്. അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ. പക്ഷെ ഈ സുനാമിയിൽ ഞാൻ എങ്ങനെ പോയി രക്ഷിക്കും? അതാണ് ടാസ്ക്. ഓക്കെ ഈ ഒരു സുനാമി ആയാലും അവനെ രക്ഷിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അതിനുവേണ്ടി എനിക്കൊരു ബോട്ട് വേണം. ബോട്ടല്ല മുങ്ങിക്കപ്പൽ കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി അവനെ രക്ഷിക്കും. പക്ഷെ രക്ഷിക്കണ കാര്യം പറയുമ്പോ അവൻ ട്രിപ്പ് പോയേക്കണ എത്ര പേര് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിപ്പുണ്ടെന്ന് അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിമിയോനെ വിളിച്ചിട്ട് ഒരു 5-8 പേര് ഒരുമിച്ച് കയറാൻ പറ്റിയ ഏതെങ്കിലും സബ്മേഴ്സിബിൾ വെഹിക്കിൾ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് അത് എടുത്തോണ്ട് പോവാം. അയാളെ സിമിയോ ഞാൻ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വെള്ളത്തിനടി കൂടി പോകാൻ പറ്റിയ ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സബ്മേഴ്സിബിൾ വണ്ടി വേണമല്ലോടാ. നീ എന്താ ഫ്രാങ്ക്ലിൻ പറയണ? ലോസ് ആൻഡോസ് ഫുള്ള് സുനാമി വന്ന് മുങ്ങി ആൾക്കാരൊക്കെ മരിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് നീ സബ്മറീനുമായിട്ട് ട്രിപ്പ് പോണത്. വല്ല വീട്ടിലിരിക്കാൻ നോക്കടാ. നിന്റെ ഭാഗത്തേക്ക് വെള്ളം വല്ലെന്നൊക്കെ പറയണേ. ട്രിപ്പ് പോരൊന്നും അല്ലടാ. നമ്മുടെ ഷിൻജാനില്ലേ, അവൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോയേക്കോ. ട്രിപ്പ് പോയാൽ എവിടെ അറിയാം, ലോസ് ആൻഡോസ് ബീച്ചിന്റെ അവിടെ. അവൻ ഫോൺ കൊണ്ടെങ്ങാണ്ടോ പോയത്. അവനിപ്പോ ഫോണിൽ തന്നെ വിളിച്ച് അവനെന്തോ രക്ഷപ്പെട്ട എവിടെ നിൽക്കുവാണ്, അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവനെ രക്ഷിക്കാൻ പോകാൻ വേണ്ടിയാണ് ഈ കപ്പൽ വേണമെന്ന് പറഞ്ഞത്. അതാണ് സംഭവം. റിസ്ക് ആണ്. പക്ഷെ എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ ഈ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരാം. നീ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, നമുക്ക് പോവാം. ഓക്കെ നീ വേഗം ഇങ്ങോട്ടേക്ക് വാ. അവനെ വിളിച്ച് എങ്ങനെയൊക്കെ പണ്ടുണ്ട്. അവൻ നമ്മുടെ അടുത്ത കൂട്ടുകാരനായതുകൊണ്ട് അവൻ വണ്ടിയായിട്ട് വരുമായിരിക്കും. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോ എന്തെങ്കിലും മുൻകരുതലൊക്കെ എടുക്കണ്ടേ? വെള്ളത്തിന്റെ അടിയിൽ കൂടി നമുക്ക് മറ്റേ ഓക്സിജൻ മാസ്ക് അതൊക്കെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടാവും. ഞാൻ വന്നടാ ഫ്രാങ്ക്ലിനെ, നിന്റെ നൻപം വന്നടാ നിന്റെ ചെക്കനെ രക്ഷിക്കാൻ വേണ്ടിട്ട്. വണ്ടി ഇവിടെ പോകൂലല്ല. ഫ്രാങ്ക്ലിനെ ഓടി വാ. ഇത്രയും കൂടി പോകും ഈ തിരയടിച്ചടിച്ച്. ഓക്കെ ഫൈനലി വണ്ടി എത്തി. ഫ്രാങ്ക്ലിനെ വാടാ, ഞാൻ എത്തി. എത്രയും പെട്ടെന്ന് പോയി ഷിൻജാനെ രക്ഷിച്ചോണ്ട് വരാം നമുക്ക്. സിമിയുടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയത്. ഒരു 5-6 പേർക്ക് പോവാൻ പറ്റിയ സബ്മേഴ്സിബിൾ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞത് ഇതാണല്ലേ വണ്ടി. തിരയടിച്ചടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കയറി മിക്കവാറും നമ്മുടെ വീട് മുങ്ങുന്നതാണ് എന്റെ പേടി. ഓക്കെ സിമിയ, നീ വന്നല്ലോടാ. നീയാണ് എന്റെ യഥാർത്ഥ നൻപൻ. നമുക്കൊട്ടും സമയം കളയാനില്ല. അവിടെ വണ്ടിയിലേക്ക് കയറ്, ഞാൻ ഓടിച്ചോളാം. ഓക്കെ നീ ഓടിച്ചോ, അതാ നല്ലത്. ഓക്കെടാ, അടുത്ത തിരയിലേക്ക് റിവേഴ്സ് എടുത്തു. വരുന്നുണ്ട്. ഈ തിരയിൽ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നു. ഓക്കെ തിരയടിച്ച് വണ്ടി റിവേഴ്സ് പോട്ടെ. ഓക്കെടാ, നമ്മള് തിരയിൽ കൂടി വെള്ളത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ വെള്ളത്തിന്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. അവനൊക്കെ ട്രിപ്പ് പോയത് ബീച്ച് സൈഡിന്റെ അവിടെയാ. പ്രോബബിലി ആ ഭാഗത്തെങ്ങാണ്ടും ആയിരിക്കും അവൻ രക്ഷപ്പെട്ട് കയറി നിൽക്കുന്നത്. സോ നേരെ നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോവാം. ഓക്കെ നമ്മള് ഇവിടെ നല്ല ക്രഷ് ഡെപ്ത് ഉണ്ട്. വണ്ടി പൊക്ക്. നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റി മൊത്തവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കോടാ. കുറെ പേരൊക്കെ ഷിൻജാനെ പോലെ എവിടെയെങ്കിലും കയറി നിൽക്കുമായിരിക്കും. കുറെ പേരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടു കാണും. ഓ മാൻ, ലോസ് ആൻഡോസ് സിറ്റി നോക്കിക്കടാ. വണ്ടി മേളിലേക്ക് അല്ല, മേളിൽ നിന്നുള്ള വ്യൂ നോക്കട്ടെ. ഒരു തിരയൊക്കെ ഒന്ന് ശാന്തമായി തോന്നുന്നു. എത്ര നേരം മാൻ, ഇവിടെ ഭയങ്കര വലിയ തിരകളാണ്. ചുമ്മാതല്ല, ഇത് സുനാമിയാണ്. ഓക്കെ നമുക്ക് അടിവഴി തന്നെ പോവാം. അതാ കുറച്ചും കൂടി സേഫ് എന്ന് തോന്നുന്നത്. ബീച്ചിലേക്ക് കുറെ ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. തേടാ ഇവിടെ കാറൊക്കെ കിടക്കണോ നോക്കി. വെള്ളത്തിൽ മുങ്ങിപ്പോയി തോന്നുന്നു. അതിലുള്ളവർ രക്ഷപ്പെടാൻ നോക്കി കാണും, പക്ഷെ രക്ഷപ്പെടാൻ പറ്റി കാണില്ല. ഇവിടെ സിമിയ അതേ താഴത്തേക്ക് നോക്കിയേ. ഓൾമോസ്റ്റ് എല്ലാം മുങ്ങി. ഇതാണ് ലോസ് ആൻഡോസിലെ വലിയ ബിൽഡിങ്ങുകളിൽ ഒന്ന്. കുറച്ച് മേള് വഴി പോവാം. താഴത്തേക്ക് പോകുന്തോറും ക്രഷ് ഡെപ്ത് കൂടി വരിക. നമ്മൾ താഴത്തേക്ക് വലിച്ചോണ്ടിരിക്കുക. മേളിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് വലിക്കില്ലെന്ന് തോന്നുന്നത്. ഇത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു മിഷനാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവനോട് പോയി പെട്ടില്ലേ. നാളെ ഞാൻ അവിടെ പെട്ടാലും അവൻ വേണം എന്നെ രക്ഷിക്കാൻ വേണ്ടി വരാൻ വേണ്ടിട്ട്. നമുക്ക് ഷിൻജാനെ രക്ഷിച്ച് സക്സസ്ഫുള്ളി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച്, ചാനൽ സബ്ബാത്തവരൊക്കെ സബ് ചെയ്ത് ഫുള്ള് സപ്പോർട്ട് തന്നെ. എന്നാലാണ് നമ്മളും അവനും എല്ലാവരും ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാം. പക്ഷെ അത് നമ്മൾ പോട്ടെ നോക്കണം. മനസ്സിലായോ? താഴത്തത്ര ഒരു പാലമൊക്കെ കാണുന്നുണ്ടല്ലോ. ബീച്ച് സൈഡ് എത്തിയാ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് താഴത്തേക്ക് പോയി നോക്കാം. ഇതൊരു പാലം. ഇവിടുന്ന് അങ്ങോട്ടല്ലേ ബീച്ച്. ഓക്കെ അങ്ങോട്ട് ഇരി. ഓക്കെ സമയം വണ്ടി എനിക്ക് ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കടലൊന്ന് ശാന്തമായി തോന്നുന്നു. വെയിറ്റ്, ഇതല്ലേ കടലിന്റെ അങ്ങോട്ടുള്ള വഴി. ഓക്കെ വണ്ടി മേളിൽ കൂടി വിട്, വണ്ടികളെ കൂടി ഇട്. പക്ഷെ ഈ ബീച്ച് സൈഡിൽ അവരെവിടെ പോയി നിൽക്കും? ഇവിടെ അടുത്തല്ലോ മലയൊക്കെ ഉണ്ട്, അതിൽ കയറി നിൽക്കാം. വെയിറ്റ്, എടാ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. ആരെങ്കിലും ഞങ്ങൾ രക്ഷിക്കണേ, ഞങ്ങളുടെ പെട്ടേക്കുവാണേ. വെയിറ്റ്, എടാ അവിടെ നിന്നല്ലേ ഒരു ഒച്ച കേൾക്കണ. അവിടെ അത് ശരിയാ, അവിടെ ആരൊക്കെ ഉണ്ട്.
നല്ല പരിചയമുള്ള സൗണ്ട് പോലെ. വണ്ടി അങ്ങോട്ട് കയറ്റി എടുത്തടാ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. വാടാ സിമിയ, ഇറങ്ങി വാ. ഇവിടെ ആരും ഉണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, വലിയ കേറാ. ഓ വെയിറ്റ്, എടാ ഇത് ഷിൻചാന്റെ സാറല്ലേ, അവന്റെ ഫ്രണ്ട്സ്. പക്ഷേ ഷിൻചാൻ സാർ എന്താ സാർ? ഷിൻചാൻ എന്തേ സാർ? ഓ എടാ നീ ആ ഷിൻചാന്റെ മാമനല്ലേ? ഷിൻചാൻ ആ ഭാഗത്തേക്ക് കണ്ട് ഒഴുകി പോയടാ. അവനും അവന്റെ കൂടെ രണ്ടുപേരും കൂടിയാണ്, മിക്കി മൗസും സ്പോഞ്ച് ബോബും കൂടി. ഈ വെള്ളപ്പൊക്കത്ത് ഇവർ രണ്ടുപേരെ രക്ഷിക്കാനേ എനിക്ക് പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാരണം ഞങ്ങൾ എങ്ങനെയൊക്കെ പിടിച്ചതിന്റെ മേളിൽ കയറി. പക്ഷെ അവരൊഴുകിപ്പോയി, എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. അവരെ രക്ഷിക്കാൻ പറ്റിയില്ലേ? പേടിക്കേണ്ട സാർ, അവർക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിൻചാൻ എന്നെ വിളിച്ചായിരുന്നു. അവൻ വിളിച്ച പ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവൻ ആ ഭാഗത്തേക്കല്ലേ ഒഴുകിപ്പോയത്. അവൻ അവിടെ എവിടെയോ എത്തിപ്പെട്ട് നിപ്പുണ്ട്. അവിടെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തൽക്കാലം നമ്മുടെ ഈ വണ്ടിയിലേക്ക് കയറി. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാം. ഓക്കെ പിള്ളേരെ വാടാ, എല്ലാരും ഇതിനകത്തേക്ക് കയറി. നമ്മൾ രക്ഷപ്പെട്ടു. എല്ലാരും സെറ്റായിട്ട് എന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വാ. പോച്ചടാ. കുഴപ്പമില്ല. സിമിയ, കേറാ വണ്ടിയിലേക്ക്. എന്താ ഷിൻചാൻ ഇവിടെ ഇല്ലേ? ഷിൻചാൻ അല്ലടാ, പക്ഷെ അവന്റെ സാറും അവന്റെ വേറെ 2 കൂട്ടുകാരും ഉണ്ട്. അവൻ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നാ പറഞ്ഞ. വണ്ടിയിലേക്ക് കയറി. ഓക്കേടാ, എല്ലാരും കൂടി തിങ്ങിക്കൂടി എങ്ങനെയൊക്കെയോ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി അവന്മാരെ കിട്ടുവാണേ, അവന്മാരെ തിക്കി കയറ്റാൻ വേണ്ടി ഈ വണ്ടിയിൽ പറ്റും. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഓക്കെ, അടുത്തായിട്ട് വീണ്ടും നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകാൻ പോകുന്നത്. ഓൾ റൈറ്റ്, വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ വണ്ടി നേരെ ആ ഭാഗത്തേക്ക് തിരിക്കടാ. ആ ഭാഗത്തേക്കല്ലേ സാർ അവനും പോയത്? അതെ ആ ഭാഗത്തേക്കാണ് അവൻ പോയത്. ഓക്കെ ഒരു സെക്കൻഡ്. എടാ രക്ഷപ്പെട്ടു. ഷിൻചാനെ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഷിൻചാൻ ഉള്ളത്. അപ്പൊ അവര് പറഞ്ഞ കറക്റ്റാ, അവൻ അങ്ങോട്ടാണ് പോയേക്കണ. വണ്ടിയുടെ സ്പീഡ് വിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. അടിവഴി പോവാം. അതാവുമ്പോ അടിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാലോ. നേരത്തെ നമ്മൾ വൻ വിഷയമായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി തിരയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വണ്ടി ഇതുവഴിയൊക്കെ ഇങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണ്ടി പറഞ്ഞ. അല്ലെങ്കിൽ താഴത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ ഈ സിറ്റി മൊത്തം വെള്ളത്തിൽ മുങ്ങി. ലോസ് ആൻഡോസിന്റെ ഈ ഭാഗവും എന്തിന് നമ്മുടെ ആ വീട് വരെയുള്ള ഭാഗം ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കിടക്കുവാണ്. ഓക്കെ, ആ ഭാഗത്തായിട്ടാണ് ഷിൻചാന്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. ഓ ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോടാ. ഈ ബിൽഡിങ്ങിന്റെ മേളിൽ മുങ്ങിയിട്ടില്ല. ചിലപ്പോ ഇവിടെ ആരെങ്കിലും ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അവൻ മാത്രമല്ല, അവന്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ഇതിന്റെ മേളിലൊന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വണ്ടി കുറച്ച് പൊക്കി നോക്കാം. ഈ തിരയുടെ മേളിൽ കൂടി കയറി നോക്കട്ടെ. ഈ ബിൽഡിങ്ങിന് ആരെയും കാണാനില്ല. ഓക്കെ, വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എടാ, ഈ ലൊക്കേഷൻ പ്രകാരം ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയ ആ ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. ഷിൻചാൻ അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. രക്ഷപ്പെടാൻ വേണ്ടി അവനും അവന്റെ ഫ്രണ്ട്സും കൂടി അതിന്റെ മേളിൽ കയറി വല്ലോ നിൽക്കുവാണ്. ലൊക്കേഷൻ അത് തന്നെ. ഓക്കെ നമ്മൾ ആ ബിൽഡിങ്ങിന്റെ അവനുള്ള ലൊക്കേഷന്റെ അവനോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് പോകണമല്ലേ? മേളിലേക്ക് നമ്മൾ എങ്ങനെ പോകും? അതൊരു ടാസ്ക് ആണല്ലോ. ഇവിടെയാണ് തിര ഭയങ്കരമായിട്ട് അടിച്ചോണ്ടിരിക്കുക. ഓക്കെ, അപ്പുറം വഴി ചുറ്റിക്കറങ്ങി നോക്കാം അതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി വല്ല വഴി ഉണ്ടോ എന്ന്. സീന്തര ഫ്രാങ്ക്ലിനെ വണ്ടി കറക്കിയെടുക്കണം, അല്ലെങ്കിൽ വണ്ടി മുങ്ങാൻ വേണ്ടി സാധ്യതയുണ്ട്. ആസിമിയ എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്താണ് പോണത്. ഇപ്പൊ എങ്ങനെ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മേളിലേക്ക് കയറും? ഇവിടെയാണ് ഭയങ്കര തിരയും. ഈ ബിൽഡിങ്ങിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ച് നോക്കാം. ചിലപ്പോ കയറാൻ എന്തെങ്കിലും ഒരു വഴി. താഴത്തേക്ക് ലിഫ്റ്റ് പോയിട്ടുണ്ട്. എടാ, ഇത് മറ്റേ ഗുഡ്സ് ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ താഴത്തേക്ക് പോയി നോക്കാനാണ് ബാക്കി കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോട്ടെ. നമ്മുടെ സബ്മറൈൻ അവിടെ ഫോഴ്സ് കൂടുതലാ. കുഴപ്പമില്ല. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും വണ്ടി എടുക്കാം. ഓക്കെ, ഞാൻ വണ്ടി എടുത്ത് നോക്കട്ടെ. ഇവിടെ എവിടെയാടാ ഞാൻ ഇവിടെ ലിഫ്റ്റ്. ലിഫ്റ്റ് ഇത് തന്നെ. ലിഫ്റ്റ് ഇത് കണ്ടാ, ഇത് ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലിഫ്റ്റാ. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ ചെല്ലാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ വണ്ടി കയറുമെന്ന് നോക്കാം. കയറുവാണെങ്കിൽ വണ്ടിയായിട്ട് പോവാം. കയറിയില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് പോകേണ്ടി വരും. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ നമ്മൾ നമ്മുടെ വണ്ടി ഇതിന്റെ മേലിലേക്ക് കയറ്റിട്ടുണ്ട്. ഇത് മതിയായിരിക്കും പോകാൻ വേണ്ടിട്ട്. ലിഫ്റ്റ് ഓൺ ആക്കണമെങ്കിൽ ആരെങ്കിലും ഇറങ്ങി ചെന്ന് ഓൺ ആക്കണമല്ലോ. ഇറങ്ങി ചെന്ന് ഓൺ ആക്കണം. അത് വേണ്ടാത്ത റിസ്ക് ആയി. ഇറങ്ങി ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യ. എനിക്കറിയാം, പക്ഷെ ആരെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ഷിൻചാനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പോയേ പറ്റുള്ളൂ. ഇത് ഞാൻ ചെയ്യാം. ഓക്കെ, എന്റെ ഷിൻചാന് വേണ്ടി റിസ്ക് എടുക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ്. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. എല്ലാവരും സേഫ് ആയിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഫ്രാങ്ക്ലിനെ ശ്രദ്ധിച്ച്. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഐ ആം ദി മെയിൻ ക്യാരക്ടർ. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കിയിട്ട് വരാം. എടാ, എന്റെ ഓക്സിജൻ മാസ്ക് വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് പോയി ഓൺ ആക്കിയിട്ട് നമുക്ക് തിരിച്ച് വണ്ടിയിലേക്ക് കയറണം. വേഗം പോടാ. എവിടെ സ്വിച്ച്. അതേ സ്വിച്ച്. ഓക്കെ, പ്രസ് ചെയ്ത് ഇനി വണ്ടിയിൽ കയറി. ഓക്കെ, വണ്ടിയിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്. പതിയെ നമ്മുടെ ലിഫ്റ്റ് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പതിയാണ് പോകുന്നത്. അതാണ് ടാസ്ക്. ഇതാണെങ്കിൽ ഏറ്റവും വലിയ ബിൽഡിംഗ്. ഓക്കെ, എന്തായാലും അവിടെ ചെന്നാൽ മതി. പതിയെ ആണെങ്കിൽ എന്താ സ്പീഡ് കൂടിയതുപോലെ. സ്പീഡ് കൂടുതലായിരുന്നു തോന്നുന്നു. സക്സസ്. നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മുടെ ബോട്ട് മേലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ ഒരു സുനാമി ഉള്ള ഭാഗവും കടന്ന് മേലിലേക്ക് പൊക്കോണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി മേലിലേക്ക് എത്തിച്ചേരും. അത്ര പെട്ടെന്ന് എത്തുന്നില്ല. കാരണം ഈ ബിൽഡിംഗ് ലോസ് ആൻഡോസ്
യൂണിവേഴ്സിന്റെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണ്. കുറച്ച് സമയം എടുക്കും ഈ ഒരു സ്പീഡിൽ പോയാലും. പക്ഷെ ഈ ഒരു വ്യൂ കൊള്ളാട്ടോ. ആദ്യമായിട്ടാ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ ഇങ്ങനെയൊക്കെ പോകുന്നത്. അല്ലടാ ഷിൻചാനൊക്കെ ഇതിന്റെ മേളിൽ ഉണ്ടെങ്കിൽ അവരെങ്ങനെ കയറി? ഇതിന്റെ മേളിലില്ലേ? ചുമ്മാ കാണിക്കണോ? ഓ ഷിൻചാനെ കാണുന്നവരെ നമുക്ക് ടെൻഷനാ. അവിടെ എന്താ ഒരു എയർ അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞാ. ഓ ഇത് ലോസ് ആൻഡോസ് ഇപ്പൊ നോക്കി ഇതിന്റെ മേളിൽ നിന്നുകൊണ്ട് വൻ വിഷയം. ഓക്കെ മേളിൽ ഇതുവരെ എത്തിയില്ലേ ഈ സ്പീഡിൽ വന്നിട്ട്. ഓൾറൈറ്റ് മേളത്തി നിക്ക്. ഓ മൈ ഗോഡ് ഇത് നോക്കണോ, ചുറ്റും ഫുള്ളും സുനാമി. നമ്മളാണെങ്കിൽ ഇതിന്റെ മേളിൽ. ഇനി അങ്ങോട്ട് പോകണം. ഓക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ബേബി എടാ ഷിൻചാനും പോഞ്ചോബല്ലേ ഇരിക്കണത്. കണ്ടുപിടിച്ച് ഫൈനലി അവന്മാരെ ഞാൻ കണ്ടുപിടിച്ച്. അവനെന്താ പറ്റിയ അവൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്തിയെന്ന് തോന്നുന്നു വ്യൂ മച്ച്. ഓൾറൈറ്റ് ഇത് മതി എല്ലാരും ഇവിടെ ഇരിക്കുക. അവന്മാരെ ഞാൻ കണ്ട്. ഞാൻ പോയി അവന്മാരെ കുറ്റിക്കൊണ്ട് വരാം. പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോകണം, അതിലും വലിയ ടാസ്ക്. ഇവിടെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇറക്കുന്ന സ്ഥലം വെച്ചേക്കണേ. മേളിൽ എത്തി. പൊച്ചി ഇങ്ങോട്ടേക്ക് മേളിൽ കയറാൻ വേണ്ടി സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലേ. ഓൾറൈറ്റ് മേളിലെത്തി. ദേ കിടക്കണ്. എടാ ഷിൻചാനെ സ്പോഞ്ചോബേ ഞാൻ എത്തിയടാ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. ഞാൻ വന്ന്. ഫ്രാങ്ക്ലിൻ ബൈ വന്നോ? എനിക്കറിയായിരുന്നു ഫ്രാങ്ക്ലിൻ ബൈ എന്നെ അന്വേഷിച്ച് വരുമെന്ന്. താങ്ക് യു ഫ്രാങ്ക്ലിൻ ബൈ. ഈ സുനാമിയിൽ ഫ്രാങ്ക്ലിൻ ബൈ എങ്ങനെ ഇവിടെ എത്തി? ഫ്രാങ്ക്ലിൻ ബൈ എന്റെ ടീച്ചറും എന്റെ കൂട്ടുകാരും അവരെല്ലാം അവിടെ പെട്ടിരിക്കും. അവരെ രക്ഷിക്കണം ഫ്രാങ്ക്ലിൻ ബൈ. നിന്റെ ടീച്ചറും കൂട്ടുകാരും? നിന്റെ ടീച്ചറും കൂട്ടുകാരെയൊക്കെ ഞാൻ ഓൾറെഡി രക്ഷിച്ചു. നമ്മുടെ സബ്മറൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ഫ്രാങ്ക്ലിൻ ബൈ ആടാ നിന്നെ രക്ഷിക്കാനാ വന്നെങ്കിലും ആദ്യമേ കിട്ടിയത് അവരെയായി. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോണേണ് ഞാൻ ആലോചിക്കണം. ഈ സബ്മറൈനിൽ തന്നെ എങ്ങനെ പോകും? ഒരു ഹെലികോപ്റ്റർ ഒച്ചല്ലേ കേൾക്കണത്? ഹെലികോപ്റ്റർ നമ്മളെ കാണുവാണെങ്കിൽ അവര് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒച്ചയൊക്കെ ഉണ്ട്. പക്ഷെ ഹെലികോപ്റ്റർ കാണാനില്ല. വേർ ഇസ് ദാറ്റ്? എവിടെ ഹെലികോപ്റ്റർ? ദേ പോണ്. വിളി ചേട്ടാ ഓഫീസർ ഇവിടെ കുറച്ച് പേര് പെട്ടിരിപ്പുണ്ട്. ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി വാ. ഓക്കെ ദേടാ കേട്ടെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. എന്റെ മഞ്ഞുടുപ്പ് കണ്ടെന്ന് തോന്നുന്നു. അവര് ഹെലികോപ്റ്റർ വളക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നു. ദേ ഇങ്ങോട്ടേക്ക് വണ്ടി വളച്ച് പൊക്കി കൊണ്ടുവരുന്നുണ്ട് അവര്. യെസ് ഇങ്ങോട്ടേക്ക് തന്നെ. രക്ഷപ്പെട്ട് ചേട്ടാ ഇവിടെ ഷിൻചാനെ നമ്മുടെ പ്രയത്നം ബലം കണ്ടറാ. അവരിങ്ങോട്ടേക്കാ. അവര് കറക്കി എടുത്തോണ്ട് വന്നുണ്ട്. ഇവിടെ യെസ് ഇറക്ക്. പേടിക്കണ്ട ഞാൻ പയ്യെ ഇറക്കുള്ളൂ. സുനാമിയൊക്കെ നടന്നോണ്ടിരിക്കല്ലേ. വണ്ടി ഇറക്കാനുള്ള സമയം എന്താ? പിന്നെ ഞങ്ങൾ ഒഫീഷ്യൽ പാട്രോൾ ടീമൊന്നും അല്ല. ഞാൻ ഇവിടുത്തെ ഒരു പാട്രോൾ വർക്കർ മാത്രം. നിങ്ങളെ കണ്ടപ്പോ വണ്ടി ഒതുക്കുന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ രക്ഷിക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലോ, മാനുഷിക പരിഗണന വെച്ചിട്ട്. ഓക്കെ വണ്ടി ലാൻഡ് ചെയ്തിട്ടുണ്ട്. വാട്ടാ കേറ്. അയ്യോ സോറി ചേട്ടാ, ചെറുതായിട്ടൊന്ന് ഇടിച്ച്. ചേട്ടാ സോറി, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ ഇപ്പൊ കറക്റ്റായിട്ട് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ ഇതിന്റെ മേളിൽ എത്തിയാന്നാ ഞാൻ ആലോചിക്കുന്നത്. വണ്ടി ഇറക്കാൻ പറഞ്ഞ മേത്ത് കൊണ്ട് ഇറക്കുമല്ലേ. എന്തായാലും ഷിൻചാനെ സ്പോഞ്ചോബേ വാടാ, ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. കേറ്. അപ്പൊ അവരെയാ? ശരിയാണല്ലോ. അവരെ വിളിച്ചില്ലോടാ. ഒരു സെക്കൻഡ് ചേട്ടാ, ഞാൻ അവരെ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ. ഷിൻചാന്റെ മാക്സർ സിമിയൻ എല്ലാരും വാടാ. ഹെലികോപ്റ്റർ കിട്ടി. ഇനി എന്തിനാ വണ്ടി? നമുക്ക് ഇതിൽ പോവാ. ഇതാ സേഫ്. അപ്പൊ ഈ വണ്ടിയാ എനിക്ക് തിരിച്ചുകൊണ്ട് പോകണം. അത് തിരിച്ചുകൊണ്ടോ ഇവരെയൊക്കെ കൊണ്ട് ആക്കിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വന്ന് എടുക്കാം. ഇപ്പൊ തൽക്കാലം ഹെലികോപ്റ്ററിൽ പോവാ. നിങ്ങൾ വാ. ഇവൻ സമ്മതിക്കുകയല്ല. ഓക്കെ വരുവാ സാർ, എല്ലാരും വാ, അങ്ങോട്ടേക്ക് പോവാൻ നമുക്ക്. ഇപ്പൊ താഴ്ത്തു പോയേനെ. ഹെലികോപ്റ്റർ വന്നല്ലേ, എന്നാ ഒന്നും പറയാണ്ട് ഹെലികോപ്റ്ററിൽ കയറി ഒന്ന് പോകാം. അതാ നല്ലത്. ഓക്കെ അപ്പൊ ആദ്യമായിട്ട് ഹെലികോപ്റ്റർ കയറാൻ വേണ്ടി പോണോ? പൊളി. ഓൾറൈറ്റ് സോ ട്രിപ്പ് പോയ എല്ലാവരെയും നമ്മള് കഷ്ടപ്പെട്ട് സുനാമിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാ. വീടിന്റെ അവിടെ വെള്ളം കയറുമെങ്കിൽ ഇനി ഉയർന്ന സ്ഥലങ്ങൾ പിടിക്കുക. അങ്ങ് ദൂരെ കാണുന്ന മല അല്ലെങ്കിൽ മൗണ്ട് ചിലിയാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറുക. അത്രേ ഉള്ളു വഴി. പിന്നെ പതിയെ ഈ സുനാമി വന്ന വെള്ളമൊക്കെ ഇറങ്ങി തീരണം. ഇപ്പൊ വെള്ളം കാമെങ്കിലും ആയിട്ടാ. നേരത്തെ എന്തായിരുന്നു തിരയടിച്ച് വണ്ടി ഓടിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഓൾറൈറ്റ് എല്ലാവരും വാ, വണ്ടിയിലേക്ക് കയറി. അങ്ങനെ ഒരു ഫ്രീ ഹെലികോപ്റ്റർ സർവീസ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഇറക്കി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. എല്ലാരും ഇവിടെ പോയി. ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒറ്റക്ക് വന്നത്? ഞാൻ ഒറ്റക്കായി പോയല്ലോ. ആരും എന്നെ രക്ഷിക്കാനില്ലേ?